ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മംഗലാപുരത്ത് വിശേഷങ്ങളുമായിട്ടാണ്. ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മാംഗ്ലൂർ വന്നതാണ്. കൂടെ ഹസ്ബൻഡും മോളും ഉണ്ട്. നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. രാവിലെ ഞങ്ങൾ പോകുന്നത് മംഗളാദേവി ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ്. മാംഗ്ലൂരിന് മംഗളാദേവി ടെമ്പിളിന് ശേഷമാണ് ആ പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 9th സെഞ്ച്വറിയിൽ കിങ് അലൂപ്പ, കുന്ദവർമ്മ അലൂപ്പ എന്ന് പറഞ്ഞ രാജാവാണ് ശരിക്കും പറഞ്ഞാൽ ഈ മംഗളാദേവി ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പാർവതി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഞാൻ അമ്പലത്തിനകത്തുള്ള വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അമ്പലത്തിന് പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ മാംഗ്ലൂർ വരുമ്പോൾ മസ്റ്റായിട്ട് കാണാൻ പോകണം മംഗളാദേവി ടെമ്പിൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കദ്രി മഞ്ജുനാഥ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ടെമ്പിൾ കദ്രി ഹിൽസിലാണ് ഉള്ളത്. അപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കുറേ സർവേ ഒക്കെ ചെയ്തിട്ട് കുറേ ഗവേഷണമൊക്കെ ചെയ്തിട്ട് കണ്ടുപിടിച്ചത് ഇത് പണ്ടൊരു ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി ആയിരുന്നു എന്നാണ്. ശരിക്കും നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നും കേട്ടോ. പിന്നെ ഇതൊരു ടെമ്പിൾ ഫോമിലേക്ക് ഈ ടെമ്പിൾ വന്നത് 10th സെഞ്ച്വറിയിലാണ്. അതൊരു ഇപ്പോഴും ആ ടെമ്പിൾ ഒരു ഫ്യൂഷനാണ്, ബുദ്ധിസം ഹിന്ദുയിസത്തിൻ്റെ ഒരു ഫ്യൂഷനായിട്ടാണ് ഈ ടെമ്പിൾ കാണപ്പെടുന്നത്. ഇതിനകത്തുള്ള സ്കൾപ്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്കും അങ്ങനെ തോന്നും കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ ആ ഹില്ലിൽ തന്നെ 7 ചെറിയ പോണ്ട്സ് ഉണ്ട്. അതിന് സപ്തകുണ്ട എന്നാണ് പറയുന്നത്. ഇവിടെ കുളിച്ചിട്ട് അമ്പലത്തിൽ തൊഴുന്നത് വളരെ വിശേഷപ്പെട്ട കാര്യമായിട്ട് കരുതപ്പെടുന്നു. ഇപ്പോൾ ആളുകളൊക്കെ വരുമ്പോൾ അവർ കാല് നനയ്ക്കും ഈ തീർത്ഥം എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ കണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഒരു നാച്ചുറൽ ഒരു കുഞ്ഞ് അരുവി പോലെ വരുന്നുണ്ട്. ആ അരുവിയിലെ വെള്ളം ആളുകൾ എടുത്തിട്ട് മേലെ ശിവഭഗവാന് ധാര ചെയ്യുന്നതും കാണുന്നു. അപ്പം അതൊന്നും ഞാൻ വീഡിയോസായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ മസ്റ്റായിട്ട് കദ്രി മഞ്ജുനാഥ ടെമ്പിൾ വിസിറ്റ് ചെയ്യണം. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മഞ്ജുനാഥേശ്വരനായിട്ട് ശിവഭഗവാൻ തന്നെയാണ്. പിന്നെ ഇതേ മേലെ കണ്ടില്ലേ ഒരു വലിയ ഹനുമാൻ സ്വാമിയുടെ ഒരു വിഗ്രഹമുണ്ട്. അവിടെ നമുക്കിങ്ങനെ വലം വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നാലേക്ക് പോകുന്ന ഈ സ്റ്റെയർസ് പോകുന്നത് പാണ്ഡവ കേവ്സിലേക്കാണ്. എനിക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ മഴ കാരണം ഭയങ്കര തെന്നലായിരുന്നു. അപ്പോൾ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്ത കാരണം ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ട് നേരെ പോയത് മച്ച്ലി റെസ്റ്റോറൻറ്റിലേക്കാണ്. മാംഗ്ലൂരിൽ വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി വന്നതാണ്. സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് അവർ സെർവ് ചെയ്തത് ബട്ടർ മിൽക്കാണ്. നല്ല എരിവായിരുന്നു. അതിനുശേഷം ഒരു ഫണ്ണി തിങ് ഇവിടുത്തെ മെനു ആയിരുന്നു കേട്ടോ. മലയാളികൾക്ക് ഇതൊരു ഫണ്ണി ആയിരിക്കും. പന്നോപകാരി, പുളിമൂഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ, എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവരുടെ കന്നഡ ലാംഗ്വേജിൽ എന്തൊക്കെയോ സാധനങ്ങളായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വായിച്ചപ്പോൾ ചിരി വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫിഷ് കറി മീൽസും റവ ഫ്രൈയും പിന്നെ സ്ക്യുഡ് ഗീ റോസ്റ്റും ഒക്കെ ആയിരുന്നു. കുഴപ്പമില്ല, ഒരു ആവറേജ് ടേസ്റ്റ് എനിക്ക് അത്ര തോന്നിയുള്ളൂ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് സെയിൻറ്റ് അലോഷ്യസ് ചാപ്പൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ചാപ്പൽ ശരിക്കും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മിഷണറീസ് ആണ് 1885. അപ്പോൾ ആലോചിച്ച് നോക്കുക, എത്ര പഴയതാണല്ലേ, 120+ ഇയേഴ്സ് ആയിട്ടുണ്ട്. ഇത് അലൂഷ്യസ് ഗോൺസാഗ എന്ന് പറഞ്ഞ ഒരു സെയിൻറ്റിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്പലും ഇതും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പെയിൻറ്റിങ്സ് ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. ഈ പെയിൻറ്റിങ്സ് എല്ലാം വരച്ചത് അന്റോണിയോ മൊഷേനി എന്ന് പറഞ്ഞൊരു ബ്രദറാണ്. പുള്ളി 2 വർഷം എടുത്ത് ഫ്രെസ്കോ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ പെയിൻറ്റിങ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഫ്രെസ്കോ ടെക്നിക്ക് എന്ന് പറയുന്നത് വെറ്റ് പെയിൻറ്റിങ്ങും പിന്നെ നമ്മുടെ ഓയിൽ പെയിൻറ്റിങ് ക്യാൻവാസിലൊക്കെ കൂടിയുള്ള ഒരു മിക്സ്ചറാണ്. ഇതിൻ്റെ പ്രത്യേകത നമുക്കിതെല്ലാം 3D പെയിൻറ്റിങ്സ് ആയിട്ട് ദൂരം നോക്കുമ്പോൾ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അടുത്ത് പോകുമ്പോൾ ഒരു നോർമൽ പെയിൻറ്റിങ് ആയിട്ട് തോന്നുള്ളൂ കേട്ടോ. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ മാംഗ്ലൂർ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മംഗലാപുരത്ത് പോകുന്നുണ്ടെങ്കിൽ കാണേണ്ട ഒരു ചാപ്പൽ തന്നെയാണ്. ഭയങ്കര സൈലൻറ്റ്, പീസ്ഫുൾ, ഫുൾ ഓഫ് പെയിൻറ്റിങ്സ്. ഈ വാളിലൊക്കെ നമ്മുടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ സ്റ്റോറീസൊക്കെയാണ് പെയിൻറ്റിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടുത്തെ ക്യാമ്പസ് ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കോളേജിലൊക്കെ ഒന്ന് പഠിക്കണം എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലേക്കുള്ള എൻട്രൻസ് ആണ്. അവിടെ വലിയ കോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു നല്ലൊരു കോളേജ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അന്റോണിയോ മൊഷേനി, അതിൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ വരച്ച ആൾ പുള്ളിയാണ് ഇത്. ആ സമയത്ത് ഒരു 120 ഇയേഴ്സ് മുന്നേ ഇതൊക്കെ വരച്ചിട്ട് ഇപ്പോഴും അത് ഫെയ്ഡ് ആവാതിരിക്കണമെങ്കിൽ അതൊരു സംഭവം തന്നെയാണല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സെയിൻറ്റ് അലോഷ്യസ് മ്യൂസിയം കാണാനാണ്. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.